ഈ ഒരു ട്രാൻസ്മിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടിച്ച് നിൽക്കുന്ന ഒരു ഇതൊന്നും വരത്തില്ല. IMTയും DCTയും തമ്മിലുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് ഏകദേശം എത്ര ആയിരിക്കും വരുന്നത്? ഒരു ബേസ് വേരിയന്റിൽ ക്യാമറ ചെയ്യിക്കണമെങ്കിൽ, ഡിസ്പ്ലേ വിത്ത് ക്യാമറ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ആയിരിക്കും എമൗണ്ട് ആകുന്നത്? ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹൈയുണ്ടയുടെ ഷോറൂമിലാണ്. നമ്മൾ കുറേ നാളായി ഷോറൂം വിസിറ്റൊക്കെ നടത്തിയിട്ട്, അപ്പം ഇന്ന് നമ്മൾ ഷോറൂമിൽ വന്ന് കുറേ വണ്ടികൾ കാണാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന വാഹനം ഹൈയുണ്ടയുടെ വെന്യൂ ആണ്. ഇപ്പം ഏറ്റവും കൂടുതൽ സെല്ലാവുന്ന ഒരു കോമ്പാക്ട് SUV-കളിലൊന്നാണ് ഹൈയുണ്ടയുടെ വെന്യൂ എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം IMT ട്രാൻസ്മിഷനൊക്കെ ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ച ഒരു വാഹനമാണ് ഹൈയുണ്ടയുടെ വെന്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിളാണ്. SX വേരിയൻ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കി ഡിസൈനും കാര്യങ്ങളും എല്ലാം ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. കാരണം ഈ വർഷം ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായ ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അത് ഭയങ്കര അട്രാക്ഷനാണ്. റോഡിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷനാണ് ഈ ഒരു വാഹനം കാണാനായിട്ട്. പിന്നീട് നമുക്ക് ഇന്റീരിയറിലോട്ട് നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സുകളും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതൊരു മിഡ് വേരിയൻ്റ് ആയിട്ട് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്ന ഒരു വേരിയൻ്റ് ആണ്, ടോപ്പ് വേരിയൻ്റ് അല്ല. ഇതിന് സൺറൂഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിനെ ഒന്ന് അടുത്ത് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പോപ്പുലർ ഹൈയുണ്ടയുടെ ഷോറൂമിലാണ്. ഇതവരുടെ പുതിയ ഷോറൂമാണ്. പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ മിക്ക വാഹനങ്ങളുടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളിപ്പം ചെയ്യുന്ന വാഹനത്തിൻ്റെയും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. വിത്തിൻ 1 or 2 വീക്സ് നിങ്ങൾക്ക് ഈ വാഹനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. പിന്നീട് പുതിയ ഷോറൂം ആയതിൻ്റെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ അവരുടെ വിസിറ്റ് ആൻഡ് വിൻ എന്ന് പറയുന്ന ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലക്കി ഡ്രോയിലൂടെ നമുക്ക് മൊബൈൽ ഫോണും എയർപോർട്ടും സ്മാർട്ട് വാച്ചും മുതലായ സമ്മാനങ്ങളൊക്കെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വാഹനങ്ങളെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. കാരണം പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഇപ്പം അവരിവിടെ തുറന്നിരിക്കുന്നത്. ഇത് കുമ്പഴ മല്ലശ്ശേരിയിലാണ് ഇവരുടെ ഷോറൂം വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തിന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടിട്ട് വാഹനം സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു വെന്യൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കോർണറിങ് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. നമ്മൾ വളമൊക്കെ തിരിക്കുന്ന സമയത്ത് വേറൊരു ഹെഡ്ലൈറ്റ് ഓണായിട്ട് നമുക്ക് സൈഡിലത്തെ വ്യൂ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ബാക്കിലോട്ട് വന്നു കഴിയുമ്പോൾ ടയർ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 15 ഇഞ്ച് ടയേഴ്സാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ടുള്ള വേരിയൻസിൽ 16 ഇഞ്ച് ടയേഴ്സ് വരുന്നുണ്ട്. ഇതിന് 15 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. പിന്നീട് സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാലും വളരെ നല്ലൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ മുകളിൽ നമ്മുടെ റൂഫ് റെയിൽസും കാര്യങ്ങളെല്ലാം ആ ഒരു ഡിസൈനെ അതിന് ഒരു ഭംഗി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ സൈഡ് പ്രൊഫൈൽ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നീട് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു കണക്റ്റിംഗ് റിയർ ടെയിൽ ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അത് ഭയങ്കര ലുക്കാണ് വണ്ടിക്ക് പോകുന്നത്. വണ്ടി റോഡിലൊക്കെ ഓടി പോകുന്ന സമയത്ത് ഭയങ്കര ലുക്കാണ് വണ്ടി. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു പോകും അതിൻ്റെ അത് കാണാനായിട്ട്. അപ്പം ആ ഒരു കണക്റ്റിംഗ് LED ലാമ്പ് വണ്ടിയുടെ ലുക്കിനെ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് വെന്യൂ എന്നുള്ളൊരു ബാഡ്ജിങ്ങും അതുപോലെ ഹൈയുണ്ടയുടെ ലോഗോ ഒക്കെ ബാക്കിൽ വന്നിട്ടുണ്ട്. പിന്നീട് ഇതിന് റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ക്യാമറയുടെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ അകത്ത് കയറിയിട്ട് കാണിക്കുന്നതായിരിക്കും. അതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് വണ്ടിയുടെ എക്സ്റ്റീരിയർ ലുക്കിനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളും അതിൽ നോക്കിയിട്ട് സംസാരിക്കാം. അങ്ങനെ നമ്മൾ വെന്യൂ SXൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. നമുക്ക് ഒരു 8 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നീട് സ്റ്റിയറിങ്ങിൻ്റെ ഡിസൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു സ്റ്റിയറിംഗ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഡീക്കട്ടാണ്, അതായത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാലം തട്ടാതെ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റിയറിംഗ് കൺട്രോൾസ് നോക്കിക്കഴിഞ്ഞാലും അതിൽ വോളിയം കൺട്രോൾസും ബാക്കി ഇൻഫോർട്ടൈൻമെൻറ്റ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നീട് ഇതിന് വോയിസ് അസിസ്റ്റൻസും വന്നിട്ടുണ്ട്. അതൊക്കെ നോക്കിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടോപ്പ് വേരിയൻ്റ് അല്ലാത്തൊരു വാഹനമാണ്. അപ്പം അതിൽ തന്നെ ഈ വോയിസ് അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവർ. പിന്നീട് നമ്മുടെ സൺറൂഫ് പനോരമിക് അല്ല, നോർമലാണെങ്കിലും സൺറൂഫ് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം കൺട്രോൾസ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും വോയിസ് കമാൻഡ് വഴി. നമുക്ക് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ കൊള്ളാലോ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഇത് കാണാനായിട്ട്. പിന്നീട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഫുള്ളി ഡിജിറ്റൽ ആണ് വന്നിരിക്കുന്നത്. അപ്പം അത് കാണാൻ അതിൻ്റെ 3 തീമുണ്ട്. ആ തീം അനുസരിച്ച് ഓരോ കളർ അനുസരിച്ച് നമുക്ക് ഇത് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്കതിൽ ഏത് 4 ടയറിൻ്റെയും ടയർ പ്രഷർ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന് ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വന്നിരിക്കുന്നത്. പിന്നീടുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് വേറെ എടുത്തു പറയാനായിട്ടുള്ളൊരു ഫീച്ചർ ഇതിന് വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്. നമ്മൾ ഫോണ് ഇതിൽ വെച്ച് കഴിഞ്ഞ് വണ്ടിയെല്ലാം
ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ വയർലെസ് ഫീച്ചർ വർക്ക് ആവുള്ളൂ. അതൊരു സെക്യൂരിറ്റി ഫീച്ചറായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ബാക്കി സേഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിന് ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. പിന്നീട് സേഫ്റ്റിക്കായിട്ടുള്ള നമ്മുടെ ABS EBD കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നീട് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. 3 സെക്കൻഡ് വരെ വാഹനം കയറ്റത്തിൽ പുറമോട്ട് പോകാതെ അത് പിടിച്ചു നിർത്താനുള്ള ആ ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. പിന്നീട് ബാക്കി ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസിനകത്ത് നമുക്ക് ടൈപ്പ് സി പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമൽ USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 വോൾട്ട് 120 വാട്ട്സിൻ്റെ ഒരു അഡാപ്റ്റർ അതിൻ്റെ ഒരു സ്ലോട്ടും വന്നിട്ടുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ AC കൺട്രോൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ സ്വിച്ചസ് ആണ് വന്നിരിക്കുന്നത്, ടച്ച് അല്ല വന്നിരിക്കുന്നത്. അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. നമുക്ക് തൊട്ട് ഇറങ്ങി തന്നെ നമുക്ക് ഓരോന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് അതിൻ്റെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഡിസ്പ്ലേ ഒരു സെപ്പറേറ്റ് ഒരു വെറൈറ്റി രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ അവർ അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് റിയർ AC വന്നിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് വാഹനം കൂളാനായിട്ട് സഹായിക്കും. പിന്നീട് നമ്മുടെ ഡിസ്പ്ലേയുടെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതിന് ഫോൺ പ്രൊജക്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഫോൺ നമുക്ക് മിറർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ബ്ലൂ ലിങ്ക് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ബ്ലൂ ലിങ്ക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊബൈലിൽ ഇതിൻ്റെ വാഹനം എവിടെയാണെന്നുള്ളതും അതിൻ്റെ എത്ര സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നതും എല്ലാം നമുക്ക് ഫോണിൽ തന്നെ നോക്കി അറിയാനായിട്ട് സാധിക്കും. ആ മൊബൈൽ ആപ്പിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം ഈ ലോകത്ത് എവിടെയാണെങ്കിലും നമുക്കത് മൊബൈലിൽ എത്ര സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, എവിടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് ഇതെല്ലാം നമുക്ക് ആ ബ്ലൂ ലിങ്ക് ഫീച്ചർ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ധാരാളം ഫീച്ചേഴ്സ്, മാപ്പ്, നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിസ്പ്ലേയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നീട് SOS സ്വിച്ചസ് ഒക്കെ നമ്മുടെ ഈ മിററിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് SOS സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ടോ ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചസുകൾ എല്ലാം മിററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലൂ ലിങ്കിൻ്റെ ഒരു ബട്ടണും മുകളിൽ വന്നിട്ടുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൺറൂഫിൻ്റെ ഒക്കെ സ്വിച്ച് അവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൺറൂഫൊക്കെ ഓപ്പൺ ആക്കാനായിട്ടുള്ളത് 1 ടച്ച് ആണ് കേട്ടോ. നമുക്കൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പണും ക്ലോസും ആയിക്കോളും. പിന്നീട് മുകളിലൊരു മൈക്കിൻ്റെ ഇത് വന്നിട്ടുണ്ട്. പിന്നീട് അടുത്തായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു സീറ്റിംഗ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് പിന്നെ ആ ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനൊക്കെ വന്നിരിക്കുന്നത് വളരെ ലുക്കുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും പിന്നെ ഇരിക്കാൻ തന്നെ നല്ല ഒരു സപ്പോർട്ടാണ് കേട്ടോ. നമ്മുടെ ബോഡി അതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ തൈ സപ്പോർട്ടാണെങ്കിലും ബാക്കി സപ്പോർട്ടുകളെല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നീട് സ്റ്റോറേജ് സ്പേസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ഡോർ പാഡിലും നല്ല വലിയ ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാൻ പറ്റിയൊരു കപ്പ് ഹോൾഡേഴ്സ് ആണ് 2 സൈഡിലും വന്നിരിക്കുന്നത്. ബാക്കിൽ അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെറിയ കോയിൻസ് ഒക്കെ വെക്കാനുള്ള ഇത്. പിന്നീട് നമ്മുടെ ആംറെസ്റ്റിൻ്റെ അവിടെ ആംറെസ്റ്റിൽ നമുക്ക് അത്യാവശ്യം ഡെപ്തായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആംറെസ്റ്റിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഗ്ലോ ബോക്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഫോണൊക്കെ വെക്കുന്ന രീതിയിൽ അവിടെയും അത്യാവശ്യം സ്പേസ് നല്ല രീതിയിൽ 2 ഫോണൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. അതുപോലെ ഗ്ലോ ബോക്സ് ആണെങ്കിലും വലിയ സ്പേസ് എന്ന് പറയാനില്ലെങ്കിലും അത്യാവശ്യം നല്ല ആവശ്യത്തിനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സുകളെ പറ്റി പറയാനുള്ളത്. അപ്പം ഈ ഷോറൂമിൻ്റെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. ഹായ് ചേട്ടാ, ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് മനു ടോം മാത്യു. അപ്പം പുതിയ ഷോറൂം തുടങ്ങിയിട്ടുണ്ടല്ലേ? അതെ. അപ്പം ഏതൊക്കെ വാഹനങ്ങളാണ് ഇപ്പം റെഡി ആയിട്ട് അവൈലബിൾ ഉള്ളത്? ഇപ്പോൾ ആളുകൾ വന്നു കഴിഞ്ഞാൽ അധികം താമസിയാതെ കുറേ വെയിറ്റിംഗ് പീരീഡൊക്കെ എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ കിട്ടാൻ സാധ്യതയുള്ള വാഹനങ്ങൾ വെന്യൂ ഉണ്ടെന്ന് പറഞ്ഞു. വെന്യൂവിൻ്റെ നമുക്ക് എല്ലാ വേരിയന്റുകളും ലഭ്യമാണ്. എല്ലാ വേരിയന്റുകളും നമുക്ക്, അതായത് ES, S ഓപ്ഷൻ, SX, ഈ കിടക്കുന്ന നമ്മുടെ SX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതെ, ഈ SX വേരിയന്റ് നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. മോസ്റ്റ് പ്രോബ്ലി എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം വെന്യൂ അല്ലാതെ ഏതുണ്ട്? നമ്മുടെ i20. അതെ, i20യുടെ മാനുവൽ ട്രാൻസ്മിഷൻസ് നമുക്ക് എല്ലാം റെഡി അവൈലബിൾ ഉണ്ട്. ഓട്ടോമാറ്റിക്കിന് ചെറിയൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഓട്ടോമാറ്റിക്കിന് ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്നു. ക്രെറ്റ ആണെങ്കിലോ? ക്രെറ്റയാണെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമ്മൾ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്ന വേരിയന്റ് ആ ഒരു അതനുസരിച്ചായിരിക്കും. ഓക്കെ. അപ്പം ഏത് വാഹനം വന്നാൽ വേണമെന്ന് പറഞ്ഞാലും ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അറേഞ്ച് ചെയ്യാം. അൽക്കസാർ ആണെങ്കിലും എല്ലാ ക്രെറ്റയാണെങ്കിലും മെന്യൂ ആണെങ്കിലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്യാം. i20 ആണെങ്കിൽ നമുക്ക് ഏത് വണ്ടിയാണ്, നമുക്കിപ്പം നിയോസ് തൊട്ട് അൽക്കസാർ Tucson വരെയുള്ള വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. Tucson വരെ അവൈലബിൾ ആണ്. ഹ്യുണ്ടായി അവൈലബിൾ ആണ്. ഓക്കെ. നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അവൈലബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പം പുതിയ ഷോറൂം ആയതിന്റെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ ആളുകൾ കൊടുക്കുന്നുണ്ടോ? നമുക്കിപ്പോൾ ഷോറൂമിൽ നിലവിൽ നമുക്കിപ്പോൾ വിസിറ്റ് ആൻഡ് വിന്നിന്റെ ഒരു കോൺടെസ്റ്റ് ഓൾറെഡി നടക്കുന്നുണ്ട്. ഓക്കെ. അത് മിക്കവാറും എല്ലാ ഷോറൂമും നമ്മൾ ഇപ്പം അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ.
അതുകൂടാതെ തന്നെ നമുക്ക് ഈ പുതിയ ഷോറൂം തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനായിട്ടുള്ള ഓഫേഴ്സും ഗിഫ്റ്റ് അങ്ങനത്തെ കസ്റ്റമർ സ്പോട്ട് ബുക്കിങ്ങിന് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഓഫറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഡിസ്കൗണ്ടുകളെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പം പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി മോഡൽസ് ഉണ്ട്. അവർക്ക് വേണ്ടി എക്സ്പീരിയൻസ് ചെയ്യാം. എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട് നമ്മൾ ടെസ്റ്റ് ആയി കൊടുക്കുന്നതായിരിക്കും. ടെസ്റ്റ് ആയി കൊടുത്ത് നമുക്ക് സ്പോട്ട് ബുക്കിംഗ് സമയത്ത് നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കും. എല്ലാം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബാക്കി EMI ഓപ്ഷൻസും എല്ലാം ഉണ്ടല്ലോ? അതെ, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. എല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് ഈ ഫിനാൻസിന്റെ ഒരു EMI സ്കീം നമ്മൾ തന്നെയാണ് കസ്റ്റമേഴ്സിന് ഡോക്യുമെന്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ അത് ഫിനാൻസ് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ചേട്ടാ, വെന്യൂന്റെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? നമുക്ക് ഇതിനകത്ത് ഇതും കിടക്കുന്നത് 1.2 ലിറ്ററിന്റെ പെട്രോൾ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഇതിൽ നമുക്ക് 5 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നത്. ഇതിന്റെ തന്നെ നമുക്ക് 1 ലിറ്ററിന്റെ എഞ്ചിൻ വരുന്നുണ്ട്. അത് ടെർബോ എഞ്ചിനാണ്. അതിന് നമുക്ക് IMT 6 സ്പീഡ് IMT ട്രാൻസ്മിഷൻ ആണ്. ക്ലച്ച്ലെസ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അതായത് നമ്മൾ നോർമൽ ഒരു ഓട്ടോമാറ്റിക്കിൽ ഉണ്ടാകുന്ന 2 പെഡൽ ഡ്രൈവ് സിസ്റ്റം ആണ്. ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ക്ലച്ച് എഞ്ചിൻ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ക്ലച്ച് ഇൻപുട്ട് ചെയ്തോളും. നമ്മൾ ജസ്റ്റ് ഗിയർ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ആ ഒരു ട്രാൻസ്മിഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി നോക്ക് ഓഫ് ആയി പോവുകയോ, അതായത് ചിലരുടെ ഒരു പേടിയാണ് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് വണ്ടി ഇടിച്ച് നിൽക്കുക എന്നുള്ളൊരു പേടി വരുന്നത്. ഈ ഒരു ട്രാൻസ്മിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടിച്ച് നിൽക്കുന്ന ഒരു ഇതൊന്നും വരത്തില്ല. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ ഫസ്റ്റ് ഗിയറിന് പകരം നമ്മളൊരു 3rd ഗിയറോ അല്ല പോട്ടെ, സപ്പോസ് ഒരു 5th ഗിയർ, 2nd ഗിയർ ഇടുന്ന പകരം ഒരു 4th ഗിയറോ അങ്ങനെയുള്ള ഗിയർ ഇടുവാണെങ്കിൽ ഈ നമ്മുടെ ക്ലസ്റ്ററിൽ, അതായത് MID മീറ്റർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ക്ലസ്റ്ററിൽ നമുക്കൊരു ചിം സൗണ്ടോട് കൂടി പറയും ഗിയർ നമ്മൾ ഇട്ടേക്കുന്ന റോങ് ആയിട്ടുള്ള ഗിയർ ആണെന്ന് പറഞ്ഞ ഇൻഫർമേഷൻ വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ പറയുന്ന ഗിയറുകൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്തിടാം. അപ്പോൾ വണ്ടി നോക്ക് ഓഫ് ആയി പോകുന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. പിന്നെ മാനുവൽ തന്നെ സെയിം ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ നമുക്ക് പ്യുവർ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് 7 സ്പീഡ് DCT എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ ആണ്. അത് നമുക്ക് 7 സ്പീഡ് ഗിയേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. അതെ, അതിൻ്റെ പെർഫോമൻസും പിന്നെ ആ ഒരു ട്രാൻസിഷൻ ലാഗ് നമുക്ക് അതിനകത്ത് ഫേസ് ചെയ്യത്തില്ല. അതായത് ഓഡ് ഗിയേഴ്സിന്, അതായത് 1357 എന്നുള്ളതിന് ഒരു ക്ലച്ച് പ്ലേറ്റും ഈവൻ ഗിയേഴ്സിന് വേറെ 2nd ക്ലച്ച് പ്ലേറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഫസ്റ്റ് ക്ലച്ച് പ്ലേറ്റ് എൻഗേജ് ചെയ്യുന്ന സമയത്ത് തന്നെ 2nd ഗിയർ ഓൾറെഡി 2nd ക്ലച്ച് പ്ലേറ്റ് പാർഷ്യലി എൻഗേജ്ഡ് ആയിരിക്കും, റെഡിയായിട്ട് നിൽക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഗിയർ ട്രാൻസിഷൻ ലാഗ് നമുക്ക് ഫേസ് ചെയ്യത്തില്ല. അപ്പോൾ അതിനാണ് അതിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. വെളിനാട്ടിലൊക്കെ ഇതിന് ഒരു സ്പോർട്സ് ഓറിയൻറ്റഡ് വണ്ടികളാണ് ഈ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത്. ആ സെയിം ഇത് തന്നെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു IMTയും DCTയും തമ്മിലുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് ഏകദേശം എത്ര ആയിരിക്കും വരുന്നത്? ഏകദേശം ഒരു നിയർ ടു 1 lakh ഒക്കെ ആ ഒരു റേഞ്ച് ആയിരിക്കും വരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അതെ. ഇതിന് എത്രയാണ് ഓൺ റോഡ് SX വേരിയന്റിന് ഓൺ റോഡ്? SX വേരിയന്റ് നമുക്കൊരു 1300 12.75 റേഞ്ച് വരും. അപ്പൊ അതിൽ നിന്ന് ഓഫേഴ്സ് ഒക്കെ കാണുമായിരിക്കും? അതെ, തീർച്ചയായിട്ടും ഓഫേഴ്സ് ഉണ്ട്. അതെ, ഞാൻ പറഞ്ഞില്ല, പുതിയൊരു ഷോറൂമിന്റെ ഭാഗമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഓഫേഴ്സ് കാണും. പിന്നീട് ആക്സസറീസ് ഒക്കെ വെച്ചിരിക്കുന്ന കണ്ടു. ആക്സസറീസ് നമുക്ക് നിലവിൽ നമ്മുടെ ഒരു ബേസ് മോഡലായിക്കോട്ടെ, 2nd വേരിയന്റ് ആയിക്കോട്ടെ, നമുക്ക് 2nd വേരിയന്റ് എന്ന് പറയുന്ന AC വേരിയന്റ് നമുക്ക് ക്യാമറ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. നമുക്ക് അഡീഷണൽ നമുക്ക് ഇവിടെ ആക്സസറീസ് നമ്മുടെ ഫിറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ക്യാമറ, പിന്നെ നമ്മുടെ ഈ ഡോർ വൈസർ, അതായത് റെയിൻ വൈസർ എന്ന് പറയും, അല്ലെങ്കിൽ ഡോർ എഡ്ജ് ഗാർഡ്, പിന്നെ അങ്ങനത്തെ ഫുഡ് സ്റ്റെപ്പ്, ഇതൊക്കെ നമ്മുടെ ആക്സസറീസ് ആയിട്ട് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ബേസ് വേരിയന്റിൽ ക്യാമറ ചെയ്യിക്കണമെങ്കിൽ, ഡിസ്പ്ലേ വിത്ത് ക്യാമറ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ആയിരിക്കും എമൗണ്ട് ആവുന്നത്? അതൊരു ഏകദേശം നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിസ്പ്ലേയുടെ സൈസ് അനുസരിച്ചായിരിക്കും. അത് സ്ക്രീൻ ഇഞ്ചും സൈസും ഒക്കെ അതിനനുസരിച്ചുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ചിലതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സ്, അതായത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ യൂസ് ചെയ്യുന്നതിന് ചിലപ്പോൾ സിസ്റ്റത്തിന്റെ ഒരു കോൺഫിഗറേഷൻ വേറെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ചൂസ് ചെയ്യുന്ന സിസ്റ്റം അനുസരിച്ചുള്ള ഒരു റേറ്റ് വ്യത്യാസം വരും. ഒരു സ്റ്റാർട്ടിങ് ഏകദേശം നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ക്രീൻ സൈസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 13 ആ ഒരു റേഞ്ചിലൊക്കെ ആ റേഞ്ചിലോട്ടാണ്. അതും ഹൈൻഡയുടെ അതെ, നമ്മുടെ ജെന്യുവൻ ഇത് തന്നെയാണ്. നമ്മുടെ സെയിം ഫിറ്റ്മെന്റ് ആണ്. അതിന് വയർ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ ഷോറൂമിലുമായിട്ട് തന്നെ വരാം. ഷോറൂമിലായിട്ട് തന്നെ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഫിറ്റ്മെന്റ് നമുക്ക് തന്നെ പ്രത്യേകിച്ച് ലേബർ ചാർജ് അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ അത് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രഷ് ഒരു വണ്ടി നമ്മൾ എടുക്കും. നമ്മൾ ആ ഒരു ഇതിന്റെ 2nd വേരിയന്റ് നമ്മൾ വരുന്നത് അത് ആ ഒരു ഫിനിഷിൽ തന്നെ നമുക്ക് ആ ബേസ് വേരിയന്റ് എടുത്തുകൊണ്ട് പോകാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹ്യുണ്ടായി നമ്മുടെ ഒരു ഷോറൂമിൽ തന്നെ നമ്മൾ ആക്സസറീസ് ഫിറ്റ്മെന്റ് എല്ലാം ചെയ്യുന്നത്. പിന്നീട് സർവീസ് സെന്റർ ഒക്കെ ഇതായിട്ട് വരുന്നുണ്ട്. വിത്തിൻ 1 month എല്ലാം പ്രതീക്ഷിക്കാം. 1 or 2 months ഡിപെൻഡ്സ് വർക്കിന്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും. ബാക്കിയെല്ലാം സെറ്റ് ആണ് ഓൾറെഡി. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ പുതിയ ഷോറൂമിന്. താങ്ക് യു. പിന്നീട് കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോ വാഹനങ്ങളുടെയും ഡീറ്റെയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ വെന്യൂവിൻ്റെ നമുക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ വെന്യൂവിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്പെസിഫിക്കേഷൻസ്
സ്പെസിഫിക്കേഷൻസിന് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ച് ഓരോ ഡീറ്റെയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിന് എന്തൊക്കെ ആക്സസറീസ് ഉണ്ട്, പിന്നീട് വേറെ വാഹനമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ എസ്റ്റിമേറ്റും സ്പെസിഫിക്കേഷൻസും എല്ലാം നമുക്ക് ഇതിൽ അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് നമ്മൾ സംസാരിക്കുന്നതിലും നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ VR ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. VR-ൻ്റെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കളർ നമ്മൾ ബ്രോഷറിൽ കാണുന്ന പോലല്ല, കുറച്ചുകൂടെ വലിയതായിട്ട് നമുക്ക് 3Dയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇൻറ്റീരിയറിൽ നമ്മൾ VR വെച്ചൊക്കെ കാണുന്ന പോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കളർ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പം ഡെനിം ബ്ലൂ ആണ് കിടക്കുന്നത്, അതിൽ നമുക്ക് റെഡിലോട്ട് പ്രസ് ചെയ്യാം. ഇപ്പം കളർ മാറുന്നുണ്ടാവും. നമുക്ക് പിന്നെ ഒരു ഡ്യുവൽ ടോൺ വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചാലും ഓരോന്നും നമുക്ക് ലൈവായിട്ട് കണ്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഹൈൻഡായി വെന്യൂവിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ പല വേരിയൻസ് ഇവരുടെ അവൈലബിൾ ആയിട്ടുണ്ട്. അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വേഗം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡി സ്റ്റോക്കായിട്ട് അവൈലബിളുള്ള വാഹനങ്ങളെല്ലാം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹൈൻഡയുടെ വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസും തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും വെന്യൂ ഫേസ് ലിഫ്റ്റിൻ്റെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.